السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. റമദാനിൻ്റെ മുന്നോടിയായി ഷഅബാൻ മാസത്തിൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളും പലവിധ ആരാധനാ കർമ്മങ്ങൾ നടത്തിക്കൊണ്ട് റമദാനിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്താനുള്ള സമയമാണ്. വിശുദ്ധമായ ഷഅബാൻ മാസവും വളരെ പവിത്രതയും മഹത്വവും ഉള്ള ഒരു മാസം തന്നെയാണ്. ഷഅബാൻ മാസം റമദാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാവുന്ന ഒരു മാസമാണ്. യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ മാസത്തിൽ വലിയ ബഹുമാനം നൽകിക്കൊണ്ട് പല വിധത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ നടത്തി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാണാം, കാന അഹബ്ബ ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ഷഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഅബാൻ മാസത്തിൽ ഒരുപാട് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി പറയുകയാണ്, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ഷഹ്രിൻ ഖത്തു ഇല്ലാ റമദാൻ വമാ റഅയ്തുഹു ഫീ ഷഹ്രിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ഷഅബാൻ. ഒരു മാസം മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുക്കുന്നത് അത് വിശുദ്ധ റമദാനാണ്. ഏറ്റവും കൂടുതൽ നബി തങ്ങൾ നോമ്പെടുക്കാറുണ്ടായിരുന്നത് ഷഅബാൻ മാസത്തിലാണ് എന്ന് ആയിഷ ബീവി പറയുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഷഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഷഅബാൻ മാസം അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ സമർപ്പിക്കപ്പെടുന്ന സമയമാണ്. എൻ്റെ അമലുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ ആയിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഷഅബാൻ മാസത്തിൽ നമ്മൾ തുടക്കം മുതലേ നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതൃകയാക്കി നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടുന്ന സമയമാണ്. നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എപ്പോൾ നോമ്പെടുത്താലും അതിന് വലിയ പുണ്യവും പ്രതിഫലവും ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹി ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഒരാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് എടുക്കുകയാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് 70 വർഷം ദൂരത്തേക്ക് അകറ്റുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. വിശുദ്ധമായ ഷഅബാൻ മാസത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൂടുതലായി നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളും ആവുന്നതുപോലെ നോമ്പുകൾ എടുത്തുകൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും സൽപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടും നിലകൊള്ളേണ്ടുന്ന പ്രത്യേക സമയങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അത് വെറുതെ കളയാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ നന്മകൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ വിനിയോഗിക്കണം. അത് എല്ലാ സമയങ്ങളിലും അത് നടത്തിക്കൊണ്ടിരിക്കണം, പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ. കാരണം ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഖുർആൻ പാരായണം പറയേണ്ടതില്ല, അതിൻ്റെ പ്രതിഫലം. ഒരു അക്ഷരം വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഓതുകയാണെങ്കിൽ തന്നെ അതിന് വലിയ പ്രതിഫലമാണ്. എത്ര പ്രതിഫലം? നമ്മൾ കണക്കാക്കുന്നത് പോലെ ചെറിയ പ്രതിഫലമല്ല. അത് ഇരട്ടി ഇരട്ടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നൽകും. ഒന്നിന് തന്നെ 10 ഇരട്ടി പ്രതിഫലം നൽകും. മാത്രമല്ല, നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അലിഫും ഒരക്ഷരമാണ്, ലാമും ഒരക്ഷരമാണ്, മീമും ഒരക്ഷരമാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നാളെ പരലോകത്ത് ഖുർആൻ ഇങ്ങനെ ഓതുന്ന ആളെക്കുറിച്ചും ഖുർആൻ മനഃപ്പാടമാക്കിയവരെക്കുറിച്ചൊക്കെ അവരോടൊക്കെ പറയും, നീ ഓതുക, ഓതിക്കൊണ്ടിരിക്കൂ. ഓതുന്നതിനനുസരിച്ച് നീ എത്രയാണോ ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ദുനിയാവിൽ വെച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇവിടെ നിനക്ക് ദറജകളിങ്ങനെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ സ്ഥാനം ഇങ്ങനെ എത്തുന്നതിന് വേണ്ടി ഇവിടെ നിന്നും ഇങ്ങനെ ഓതുക. ആ ഓതുന്നതിനനുസരിച്ച് എത്രയാണോ നീ പാരായണം ചെയ്തത്, ഏറ്റവും അവസാനം എത്തിയ ആ ഒരു ആയത്തിൻ്റെ അത്ര ഇങ്ങനെ ഉയർന്ന് സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് മഹാനായ അഷ്റഫുൽ വറ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടും നോമ്പുകൾ അനുഷ്ഠിച്ചുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ നടത്തിക്കൊണ്ടും ഒക്കെ നിലകൊള്ളേണ്ടുന്ന ഒരു മഹത്തായ മാസം, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിൽ നിന്ന് പുറത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ നടത്തേണ്ടുന്ന മാസമാണ് ശുദ്ധമായ ഷഅബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ കൂടുതൽ ഇസ്തിഗ്ഫാറുകൾ നടത്തുക. നമ്മുടെ ഏടിൽ കൂടുതൽ ഇസ്തിഗ്ഫാർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ മഹത്വമുള്ള കാര്യമാണ്. തൂബ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ. ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ഒരാളുടെ ഏടിൽ നാളെ പരലോകത്ത് അവൻ്റെ കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന പ്രത്യേകമായ ചില സമയങ്ങൾ, അങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ നമ്മൾ അശ്രദ്ധരാവരുത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഅറളു ലിനഫഹാതി റഹ്മത്തില്ലാഹി ഫഇന്ന ലില്ലാഹി നഫഹാതിൻ മിൻ റഹ്മതിഹി. ചില പ്രത്യേക സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വർഷിക്കുമ്പോൾ അത് അനുഭവിക്കാൻ വേണ്ടി നമ്മൾ സന്നദ്ധരാവണം, അശ്രദ്ധ കാണിക്കരുത്. പ്രത്യേകിച്ച് വിശുദ്ധമായ ഷഅബാൻ മാസത്തിലെ ഷഅബാനിൻ്റെ പകുതിയുടെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്കൊക്കെയും പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി സന്നദ്ധത കാണിക്കുന്ന ഒരു സമയമാണ്. ഇന്നല്ലാഹ ലയത്തലിഉ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിനിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പ്രത്യേക സമയത്ത് ഷഅബാനിൻ്റെ രാത്രിയിൽ അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധത കാണിക്കും. എല്ലാവർക്കും പുറത്തു കൊടുക്കും. പക്ഷേ
ആ മഗ്ഫിറത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ചില ആളുകളുണ്ട്. അവിശ്വാസിയും അതുപോലെ മനസ്സിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ച് നടക്കുന്ന ചില ആളുകൾ, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സും പ്രത്യേകം ശുദ്ധിയാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിനെയൊക്കെ സംസ്കരിച്ചെടുത്ത് സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ സമയങ്ങളെ ധന്യമാക്കാൻ നമ്മൾ തയ്യാറാവണം. ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ ഇല്ലാത്ത ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് അവനെ അനുഗ്രഹിക്കുകയില്ല. മഹാനായ അഷ്റഫുൽ വറ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു പെണ്ണിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരു പെണ്ണ്, അവൾ എല്ലാ സമയവും നോമ്പനുഷ്ഠിക്കും, നിസ്കരിക്കും, അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യും, സദഖകൾ നടത്തും. പക്ഷേ അവൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അയൽവാസികളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരോട് വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തിയെ അവരെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ആൾ, അവർക്ക് പ്രത്യേകിച്ച് നന്മയൊന്നുമില്ല, അവർ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം വെറും ഇങ്ങനെ നോമ്പനുഷ്ഠിക്കലും മറ്റ് ഇബാദത്തുകൾ ചെയ്യലും അല്ല, മറ്റുള്ളവരോട് വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും വരുത്താതെ, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും നമ്മുടെ മനസ്സിലില്ലാതെ നല്ല മനസ്സിൻ്റെ ഉടമകളായി നിൽക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് വരുന്ന ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അങ്ങനെ നന്മകൾ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന ഒരു മാസമാണ് വിശുദ്ധമായ ശഅബാൻ മാസം. എല്ലാവരും ഈ സമയങ്ങളൊക്കെ നന്മകൾക്ക് വേണ്ടിയും ഇബാദത്തുകൾക്ക് വേണ്ടിയും വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.